നമസ്കാരം സുഹൃത്തുക്കളെ, കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു പോസ്റ്റാണിത്. കയ്യിലുള്ള കാശ് കൊടുത്ത് ബാക്കി ലോണും ഇട്ട് ഒരു വണ്ടി മേടിച്ച് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. അദ്ദേഹം പലരോടും പരാതിപ്പെടുന്നുണ്ട്, കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉചിതമായ ഒരു സൊല്യൂഷൻ ഈ കമ്പനിയിൽ നിന്നുണ്ടാവുന്നില്ല. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല. നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാലും ഓലയുടെ ഷോറൂമിൻ്റെ മുന്നിൽ പോയി കണ്ടാലും അവരോട് ഡയറക്റ്റ് നമ്മൾ സംസാരിച്ചാലുണ്ടാവുന്ന ഒരു കേസാണിത്. ഇത് എൻ്റെ വണ്ടിയാണ്. പ്രത്യേകിച്ച് നിലവിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ സർവീസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഷോറൂമിൽ വിളിച്ചാലുണ്ടാവുന്ന റിസൾട്ട് വളരെ ഖേദകരമാണ്. കാരണം ഉത്തരവാദപ്പെട്ട ആരും അതിന് ഇല്ല. കാരണം അവരുടെ പേഴ്സണൽ നമ്പറാണ് കൊടുക്കുന്നത്. അവർ കുറച്ച് സ്റ്റാഫുകൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ നിർത്തിയെന്ന് പറയും, നമുക്ക് വിളിച്ചാൽ കിട്ടില്ല. ഷോറൂമിൽ പ്രത്യേകിച്ച് നമ്മളാരും നമ്മളുടെ കാര്യങ്ങൾ പറയാനോ മറ്റു കാര്യങ്ങൾ കേൾക്കാനോ ഒരു സംവിധാനം കമ്പനിയിൽ ഇന്ന് ഇല്ല. ഒരു സാധനം പടച്ചു വിട്ട് ഒരു വിൽപ്പനാനന്തര സേവനം പോലും കൊടുക്കാതെ ആളുകളുടെ പൈസ കൈപ്പറ്റി പിന്നെ അവരെ വഞ്ചിതരാക്കുന്ന ഒരു വലിയ പ്രവണത ഈ കമ്പനിയിൽ ഇവിടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഒറ്റപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്കിതിനെതിരെ പരാതിപ്പെടാനും വക്കീലിനെ കാണാനും കേസായിട്ട് നടക്കാനും ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നാൽ ഒരു കൂട്ടമായി ഇത് ഒരുപാട് ആളുകൾക്കുള്ളതുകൊണ്ട് തന്നെ ഒരു സംഘടന എന്നുള്ള രീതിയിലോ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലോ നമുക്ക് ഈ ഉപഭോക്താക്കൾക്ക് ഇതിൻ്റെ വിൽപ്പനാനന്തര സേവനം കിട്ടാത്തതിലുള്ള പരാതി എല്ലാവരും ഒരുമിച്ച് ഒരു സംഘടന രീതിയിലോ മറ്റോ നമുക്ക് കൂട്ടായി ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഒത്തുനിന്നാൽ തന്നെയാണ് നമുക്കതിന് എതിരെ ഇത്രയും ചൂഷണം ചെയ്യുന്ന ഈ കമ്പനിക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ആളുകൾ നിരന്തരം പരാതിപ്പെട്ടിട്ടും ഒരു പുല്ല് വില കൽപ്പിച്ച് ഈ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു കാര്യത്തിൽ പോലും സർക്കാരോ കാര്യങ്ങളോ ഇടപെടുന്നില്ല എന്നതും അതിൻ്റെ ഒരു വസ്തുതയാണ്. അപ്പോൾ അതിന് അങ്ങനെ ഇല്ലാതിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം എന്നാൽ നമുക്ക് ഇത് കൂട്ടമായിട്ട് ഈ പരിപാടിക്ക് ഇതിനെതിരെ നമുക്ക് ശബ്ദമുയർത്തേണ്ടി വരും. ഇതിനെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടി വരും. കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടമായി ചെയ്യേണ്ടി വരും. അതല്ലേ അതിന് നല്ലത്. ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒന്നും ഉറപ്പാണ്, വണ്ടി പക്കയാണ്. ഹൈ പെർഫോമൻസും നമുക്ക് പറഞ്ഞ ഇത്രയധികം റേഞ്ച് കിട്ടുന്ന വണ്ടി നിലവിലുള്ള കണ്ടീഷനിൽ വേറെ ഇലക്ട്രിക് ടൂ വീലറിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ സർവീസ് ഇല്ലാണ്ട് എന്തെങ്കിലും പറ്റി നമുക്കൊരാളോട് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തുണ്ടായിട്ട് എന്ത് കാര്യം എന്നുള്ളത് ആണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ സർവീസും കൂടി നമുക്ക് കിട്ടിയാൽ ഒരുവിധം എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആണ്, എല്ലാവരും തൃപ്തരാണ്. പക്ഷേ നമുക്ക് സർവീസ് ഇല്ല. എത്രയും കാശ് കൊടുത്ത് മേടിച്ച വണ്ടി നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇത് പറയാനൊരു സൊല്യൂഷൻ ഇല്ല. സത്യത്തിൽ അവരവിടെ കയറ്റി വെച്ചോ, നമുക്ക് പറയാം. ഈ പറഞ്ഞ സ്റ്റാഫ് പിന്നീട് വരുമ്പോൾ അവിടെ ഉണ്ടാവില്ല, അവർ റിസൈൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വിളിച്ചാൽ കിട്ടിയിട്ട് അന്വേഷിക്കാൻ പറ്റിയ നമ്പറും ഉണ്ടാവില്ല. അവർ പറയുന്നത് അത് നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറാണ്, അത് നിർത്തി എന്ന് മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റിസൾട്ട്. നേരെ മറിച്ച് ആപ്പിൽ നമ്മൾ ടിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഈ വിഷയം പറഞ്ഞാൽ നമുക്ക് കോൾ വരും. പക്ഷേ ഭയങ്കര പ്ലാനിങ് ആണ്. അവരുടെ കോൾ നമുക്ക് കണക്റ്റ് ആവില്ല. ജസ്റ്റ് റിങ് ചെയ്യും, കട്ടാവും, എന്നിട്ട് അവർ നമുക്ക് ട്രൈ ചെയ്തിരുന്നു, കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആപ്പിൽ തന്നെ ആ ടിക്കറ്റിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്തിടും. ഇതാണ് ഓലയുടെ ഭാഗത്തു നിന്ന് സർവീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തട്ടിപ്പ് എന്ന് തന്നെ പറയാം. ഭയങ്കര ചൂഷണമാണ് ഓലയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഈ പറഞ്ഞ രീതിയിലുള്ള സെയിൽസ് ജോബ് ചെയ്യുന്നവരും അതുപോലെ ഡെലിവറി ജോബ് ചെയ്യുന്നവരും ഇത് കണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയാം. നമുക്കൊരു ടീമായി ഒന്നിച്ച് മുന്നേറിക്കൂടെ?